Hello everyone, welcome back to Thalsamayam Shalini, Big Boss Malayalam. ഹായ് എവ്രി വൺ. കറണ്ട് പോയതാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന തുടക്കത്തിൽ കുറേ പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആദ്യത്തെ ടേക്കല്ല നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം തവണയൊക്കെ എടുത്ത് റീ റെക്കോർഡ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് അതിലും കുറേ പോരായ്മകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളൊരു പുതിയ മൈക്ക് വാങ്ങിട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നു. എല്ലാ പരിമിതികളുടെയും അപ്പുറത്ത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റിക്വസ്റ്റിൽ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വിശേഷങ്ങളിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പേർക്ക് ഉണ്ടായിരുന്ന ഒരു വിഷമം അത് മാറി കിട്ടിയെന്നുള്ളതാണ്. പോസ്റ്റ് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഏഷ്യാനെറ്റ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചറിന്റെ സ്റ്റോറിൽ ചെന്നിട്ട് ഓഡിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. എല്ലായിടത്തും ഈ ഫ്യൂച്ചർ സ്റ്റോർ ഇല്ലാതെ ഇരിക്കുക, ചിലയിടത്തൊക്കെ കിയോസ്ക് ഓപ്പൺ ആവാതിരിക്കുക, അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആൾക്കാർ നേരിട്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇവർക്കെല്ലാം വേണ്ടി നല്ലൊരു സന്തോഷ വാർത്തയായിട്ട് ഒരു പോസ്റ്റ് ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. bb7.geostar.com എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 3 മിനിറ്റുള്ള 50 MB-യിൽ കവിയാത്ത നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. അതിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ നിങ്ങൾക്കുള്ള യോഗ്യത എന്താണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേർക്ക് സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കമന്റുകളിലും കഴിഞ്ഞ ദിവസമൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ കുറേ ഡൗട്ട് ആയിട്ടും ഒക്കെ ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം കഴിഞ്ഞ ദിവസമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അതിന് മുൻപത്തെ 2 വീഡിയോയും ഒന്ന് ഈ കിയോസ്കിൽ പോയി വീഡിയോ എടുക്കുമ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഫ്യൂച്ചർ സ്റ്റോറിൽ നമ്മുടെ ഓഡിഷൻ ഓപ്പൺ ആവാത്തതിനെ കുറിച്ച്. 2, ഈ പറയുന്ന പോലെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ മൈജി ഫ്യൂച്ചറിൽ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരുടെ വിഷമം, നാട്ടിലുള്ളവരും പുറത്തുള്ളവർക്കൊക്കെ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ സന്തോഷിക്കാം. ഒരു പ്ലാൻ ബി ഏഷ്യാനെറ്റ് നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമായിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു റെസ്പെക്ട് തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ മാത്രമല്ല, പലരും പറയുന്നുണ്ടായിരിക്കും, പല റിവ്യൂസും കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് സജഷൻസ് ചെന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ആവശ്യം, പാർട്ടിസിപ്പൻസിന്റെ ആവശ്യം ഉന്നയിച്ചത് ഇങ്ങനെ ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്തിയതിന് ഒരു നിമിത്തമായി തന്നെ ഞാൻ കാണുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. അപ്പോൾ അതാണ് BB7ന്റെ കോമൺ പാർട്ടിസിപ്പൻസിനുള്ള ഒരു ഗുഡ് ന്യൂസ്. അടുത്തത്, നമ്മൾ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും ഓഡിഷൻസ് കുറച്ച് ദിവസം മുൻപ് തന്നെ സ്റ്റാർട്ടായല്ലോ. ഈ ഓഡിഷനിൽ നിന്നും 100 പേരെയാണ് സെലക്ട് ചെയ്യാൻ സൂമിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 10 വരെ ഡേറ്റ് ഉണ്ട്. ഇനിയും വൈകിട്ടില്ല. ഇന്നിപ്പോ 2-ാം തീയതിയായി. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ചെറിയ ഭയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ധൈര്യക്കുറവിന്റെ പേരിൽ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. സ്മൂത്തായി ചെല്ലുക. നിങ്ങളുടെ ആ ഒരു അവസരം വിനിയോഗിക്കുക എന്നുള്ളതാണ്. സീസൺസ് ഒരുപാട് വരും, പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയിട്ട്, അതും കോമൺ എൻട്രി സ്പെഷ്യലാണ്, അത് മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ്. ജൂലൈ 10 വരെയാണ് ഡേറ്റ്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 കോമൺ എൻട്രി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് അടുത്തത് നമ്മുടെ പ്രൊമോ ഷൂട്ട്. ലാലേട്ടനെ വെച്ചുള്ള പ്രൊമോ ഷൂട്ട് 2 ദിവസങ്ങളായിട്ട് നടക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊമോ ഷൂട്ടിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നു. കുറച്ച് പോസ്റ്റേഴ്സിനുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത സ്കെഡ്യൂള് ജൂലൈ 5ഉം 6ഉം ആയിട്ടാണ് നടക്കുക. അത് കൊച്ചിയിലായിരിക്കും എന്നും അറിയാൻ കഴിയാണ്. പ്രൊമോ ഷൂട്ട് എന്തായാലും നമുക്ക് ഈ 2 ദിവസത്തിനുള്ളിൽ പ്രൊമോ കാണാനായിട്ട് പറ്റും. ആദ്യത്തെ ദ മോഹൻലാൽ പ്രൊമോ നമ്മൾ കാണാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. പിന്നീട് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ ദിവസങ്ങളിലൊക്കെയും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഇനി ജൂലൈ 10 വരെ ദിവസം ഉണ്ടെങ്കിലും 100 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിലൊക്കെ ആരെങ്കിലും സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, പെർഫോം ചെയ്തവരുണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ കോൾസോ ബാക്കപ്പ് ഇമെയിലൊക്കെ വരേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോൾസ് അലേർട്ട് ആയിട്ടിരിക്കുക. ഇമെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ല, കോള് നേരിട്ട് തന്നെ കോള് നിങ്ങൾക്ക് വരും. ഇമെയിൽ ചെക്ക് ചെയ്യേണ്ട ഒരു സാധ്യത മാത്രമല്ല, കോൾസ് തന്നെ വരും. ആ കോൾ വരുമ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഒരു തവണ വിളിച്ചു, 2ാമത്തെ തവണ വിളിച്ചു, 3ാമത് ചിലപ്പോൾ വിളിച്ചുകൊണ്ടുവന്നില്ല. കാരണം ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹാപ്പി ന്യൂസ് ആയിരുന്നു കരുതുന്നു. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് bb7.geostar.com-ലേക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കോമൺ ഓഡിഷന് വേണ്ടി ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിരിക്കുകയാണ്.
ബിഗ് ബോസിന്റെ മറ്റു വിശേഷങ്ങളും അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തി എന്നെ ഒന്ന് എൻകറേജ് ചെയ്തോളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണേക്ക് മുമ്പ് 16 ആവാനായിട്ട് ഒരു സബ്സ്ക്രൈബർ കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ നിന്ന് വന്ന് 16K വരെ എത്തിച്ച നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഓൾസോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് നമ്മുടെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സിന് പ്രിയ ഫാബ്രിക്സ് പാലാരിവട്ടം, ഓഫർ സ്റ്റോർ പാലാരിവട്ടം, നമ്മുടെ വോക്കോ സ്റ്റുഡിയോ ലിങ്ക് റോഡ് കലൂർ സ്റ്റേഡിയം. Thank you so much. This is me, VJ Shalini, signing off. Bye-bye.